ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നോയമ്പ് തുറയ്ക്ക് പറ്റിയ ഒരു ഐറ്റമാണ് കിളിക്കൂട്. അതിനാവശ്യമായ ചേരുവകൾ: ബോൺലെസ് ചിക്കൻ 100 ഗ്രാം, ഒരു 1/4 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടെ ചേർത്ത് നന്നായി വേവിക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് മൂടി 5 മിനിറ്റ് വേവിക്കുക. ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മുട്ട പുഴുങ്ങിയെടുക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഒരു സവാള കൊത്തിയരിഞ്ഞത് ചേർക്കുക. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുക. സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലിടുക. ഈ സമയത്ത് വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിൽ കൂടി ചേർക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് നന്നായി ഇളക്കുക. ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നതുവരെ ഇളക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയിലയും ചെറുതായി അരിഞ്ഞു വെച്ച കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് പൊടിച്ച് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. മസാലയെല്ലാം ഉരുളക്കിഴങ്ങിൽ ഇതുപോലെ സെറ്റാവണം. കിളിക്കൂടിന് ആവശ്യമായ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. 2 മുട്ടയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് 1 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് നമുക്ക് കിളിക്കൂട് മുക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഓരോ ഉരുളകളാക്കി നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ച് ഈ ഷേപ്പിനൊന്ന് കുഴിയാക്കി എടുക്കുക. കുഴിയാക്കുന്നതെന്ന് വെച്ചാൽ ഇത് മുട്ട വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കിളിക്കൂടിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഷേപ്പിനാക്കി എടുക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സേമിയ വേണം. റോസ്റ്റഡ് സേമിയ, ചെറിയ കനം കുറഞ്ഞ സേമിയാണ് ആവശ്യം. എൻ്റെ കയ്യിലിപ്പം ഈ കട്ടിയുള്ള സേമിയാണുള്ളത്. അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ കനം കുറഞ്ഞ റോസ്റ്റ് ചെയ്ത സേമിയ വാങ്ങിയാൽ മതി. ഇതുപോലെ മുട്ടയിൽ മുക്കി സേമിയ കൊണ്ട് കോട്ട് ചെയ്തെടുക്കുക. വറുക്കാൻ ആവശ്യമായ എണ്ണ ചൂടാക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കുക്കിംഗ് ഓയിലാണ്. തീ മീഡിയം ടു ലോ ഫ്ലെയിമിലിടുക. കരിഞ്ഞു പോകരുത്. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. എല്ലാ ചേരുവകളും വെന്തതാണ്. അങ്ങനെ എല്ലാം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റായി എന്നെ അറിയിക്കുക. ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ.